welcomes you to a world of wonderful experience of unpredictable taste. And of course, we will be introducing our new flavors to your dream of taste. Little Chef Contestant number 50, Aisha Dania, 2nd Standard, Crescent Public School, Chariam, Kozhikode. Hi, Assalamualaikum. ഞാൻ ആയിഷ ദാനിയ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്സ് ആണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ബീഫ് റോൾ, ചിക്കൻ റോൾ, അങ്ങനത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആംലേറ്റ് റോൾ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. കിച്ചണിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 3 eggs, ബീഫ് വേവിച്ചത് ഗ്രൈൻഡ് ചെയ്യുന്നത്, ഒരു വെള്ളുള്ളി ചോപ്പ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ചപ്പും പുതിന, പിന്നെ കുറച്ച് കറിവേപ്പില, 2 മുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്യുന്നത്. ഇനി ആവശ്യമുള്ള പൊടികൾ നോക്കാം. കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഓക്കെ, ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഓയിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നല്ല ആൾക്കുക. പിന്നെ കുറച്ച് ഉള്ളി, നമ്മൾക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില, നല്ല ഇളക്കി കൊടുക്കണം. നമ്മൾക്ക് ചപ്പും പുതിന ഇട്ടെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നല്ല ആക്കിക്കണം.
ചപ്പും പൊതിഞ്ഞ് എന്നിട്ട് ഒക്കെ ഇട്ടതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസ് ഓണാക്കി പാൻ വെക്കുക. പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഇനി നമുക്ക് പാനിലേക്ക് എഗ് ഒഴിക്കാം. ഹായ്, നമ്മളെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ധാരാളം പ്ലേറ്റിലേക്ക് ഓംലെറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മസാല ഇടണം. എന്നിട്ട് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ആയിട്ടുണ്ട്. Bye. Thank you. Bye. If you like this video, please like, share, subscribe and click the bell icon. Don't miss the amazing flavors to our little chef. We'll see you with a new video tomorrow. Till then, bye. ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന 3 പാചക വീഡിയോകൾക്കാണ് സമ്മാനം. ഈ പ്രോഗ്രാമിൻ്റെ അവസാന തീയതി 2020 സെപ്റ്റംബർ 19 വിജയികളെ 2020 സെപ്റ്റംബർ 26 പ്രഖ്യാപിക്കുന്നതാണ്.